ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മളുടെ നാട്ടിൽ എത്രത്തോളം ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നതെന്ന് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കാൻ പോകുന്ന മോക്ക് ഡ്രില്ലിനെ കുറിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന് താഴത്ത് വന്ന ഒരു കമൻ്റാണ് നിങ്ങൾ കാണുന്നത്. അതായത് കൊറോണ സമയത്ത് നമ്മൾ പാത്രം കൊട്ടിയതുപോലെ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന്. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് അതൊന്നുമല്ല, ഇത് ശരിക്കുള്ള യുദ്ധമാണ്. 1971 നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ മോക്ക് ഡ്രിൽ പ്രഖ്യാപിക്കുന്നത്. അതേ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധവും നടന്നു. ഇനി എന്താണ് മോക്ക് ഡ്രിൽ? രാജ്യത്ത് ഒരു വ്യോമാക്രമണം ഉണ്ടാവുന്ന സമയത്ത് പൊതുജനങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് മോക്ക് ഡ്രിൽ. ഈ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സൈറൺ മുഴങ്ങുന്ന സമയത്ത് എല്ലാവരും ജാഗ്രത പാലിക്കണം. സൈറൺ മുഴങ്ങുന്ന സമയത്ത് വീടുകൾ, ഓഫീസുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലുള്ള ലൈറ്റുകൾ ഓഫ് ചെയ്യണം. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത്. പുറത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഉടൻ തന്നെ സേഫായ കെട്ടിടങ്ങളിലേക്ക് മാറണം. പഹൽഗാമിൽ ഉണ്ടായ അറ്റാക്കിൽ തന്റെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ 9ഓളം ഭീകരാക്രമണ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആൾറെഡി ഇന്നലെ രാത്രി 1:45 അറ്റാക്ക് ചെയ്തു കഴിഞ്ഞു. ഇതൊന്നും അറിയാതെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് പാത്രം കൊട്ടിയാൽ മതിയോ വക്കീലെ എന്ന് കമന്റ് ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിവരമില്ലായ്മ ഒരു തെറ്റല്ല. വാർത്തകൾ കാണുക, നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ വീടിന്റെ ജനാലകളുടെ അടുത്ത് മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കരുത്. ഇനി എന്താണ് ബ്ലാക്ക് ഔട്ട് സൈറൺ? അതായത് തീപിടുത്തം അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മുഴങ്ങുന്ന സൈറണാണത്. ബ്ലാക്ക് ഔട്ട് സൈറൺ കേട്ട് കഴിയുമ്പോൾ തീപിടുത്തം ഒഴിവാക്കുവാനായി